അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ്. ഓണക്കല്ല വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് വെണ്ടക്ക വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വളരെ ടേസ്റ്റാണ്. അതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അത് കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ കീറി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ അളന്നിട്ടല്ല ചേർക്കുന്നത് കേട്ടോ, കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളകും മഞ്ഞളും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് ഇതിൽ മസാല പുരട്ടി വെക്കുക. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് മസാല പുരട്ടിയ സമയം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെണ്ടക്ക നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെണ്ടക്ക ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ വെണ്ടക്ക അതിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. വെണ്ടക്കൊന്നും അധികം വേവില്ല കേട്ടോ, ഒരു കുറച്ച് ഫ്രൈ ആയി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വേവുന്ന രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മോരുകറി ആരും അങ്ങനെ ഉണ്ടാക്കാറുണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ഓയിലിന് കോരി മാറ്റാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഓയിലിലാവുമ്പോൾ അത്രയും വെളിച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക്, അപ്പോൾ ഞാനിവിടെ കൂടുതലൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അളവ് പറയാത്തത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജീരകം ഞാനൊരു 1/4 ടീസ്പൂണോളം ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ജീരകം കടുകും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് നീളത്തിൽ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കീറിയെടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതായി വരുന്ന സമയത്ത് കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വലിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് മുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ചേർക്കുക. അപ്പോൾ ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ചേർക്കണില്ല. മുളക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മുളക് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് മോര് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തൈര് ഞാനൊന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മൾ ചേർക്കണില്ല, തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. തൈരോ മോരോ ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ തീ കത്തിച്ച് വെച്ചിട്ട് ചെയ്യരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാവും കേട്ടോ, പിരിഞ്ഞു പോവും. അത് നല്ലവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ ചട്ടിയുടെ ചൂട് തന്നെ കടന്നിട്ട് ഈ മോര് നന്നായിട്ട് തന്നെ വേവും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നോക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക വെച്ചിട്ടുള്ള ഈ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു പപ്പടും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി, പ്രത്യേകിച്ചൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു നേരത്തെ ചെയ്തിട്ടുള്ള 2 മോര് കറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മോര് കറി റെഡിയാക്കി എടുക്കുന്നത് വത്തക്കയുടെ തോട് വെച്ചിട്ടാണ്. വത്തക്കയുടെ ആ ഒരു വെള്ള ഭാഗം മാത്രം എടുത്തിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കുമ്പളങ്ങേൻ്റെ കഷ്ണങ്ങളൊക്കെ പോലെ തന്നെ മുറിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണില്ല, കുറച്ച് വെളുത്തുള്ളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ വത്തക്കയുടെ ആ ഒരു കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. ഇനി ഇത്
നന്നായിട്ട് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോര് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് ചട്ടിയുടെ ഒരു ചൂട് തന്നെ നമ്മുടെ മോരൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറവിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. അതുപോലെ വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വ്യത്യസ്തമായൊരു മോര് കറിയാണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു മോര് ഒഴിക്കാത്തൊരു മോര് കറിയാണ്. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് ആ പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കൂല കേട്ടോ. മുളക് പൊടി ഇതിലേക്ക് ചേർക്കണില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നമ്മൾ പച്ചരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് തിളച്ച് മറിഞ്ഞ് അങ്ങനെ ആവരുത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു മോര് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിയുടെ, മീനിൻ്റെ ഒക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്കിതൊന്ന് വറവിടാം. അതിന് ആവശ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കടുകൊന്ന് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഉള്ളി വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഉള്ളി ചേർക്കണില്ല. അപ്പോൾ ഇത് അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു മോര് കറിയാണ്. ഇത് ഒരു 2 ദിവസമൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്നൊന്നും കേടൊന്നും വരില്ല, പുളിങ്കറി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ 3 ഒരു കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.